ഇതാണ് കൊടംപുളി. ഇപ്പൊ കൊടംപുളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മ മീൻകറിയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കൊടംപുളി. അപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കണത് ഇത് ഉണക്കിയിട്ടുള്ള പുളിയാണ് നമ്മൾ മേടിക്കണം. ഉണക്ക പുളിയും ഇടും, പച്ച വീട്ടിലുള്ളവർക്ക് പച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കൊടംപുളിയുടെ മരമാണ് ഈ കാണുന്നത്. കണ്ട ഇതേപോലെ പടർന്ന് പന്തലിച്ചാണ് ഈ മരം നിൽക്കണത്. അപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു 6 വർഷം തുടങ്ങി ഇത് കായ്ച്ചു തുടങ്ങിയതാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ കൊടംപുളി മരം വച്ചിട്ട് കായ്ച്ചിട്ടുണ്ടായിട്ടാ. അപ്പം കായ്ക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ അത് പൂത്ത് വരുമ്പോൾ ആൺപുളി. ഇപ്പോൾ കൊടംപുളി തന്നെ ആൺപുളി ഉണ്ട്, പെൺപുളിയും ഉണ്ട്. ആൺപുളി ഒട്ടും തന്നെ കായ്ക്കൂല കേട്ടോ, നമ്മൾ വെട്ടിക്കളയെല്ലാം നല്ലത്. പെൺപുളികളെ കായ്ച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് മരം വെച്ചിട്ടാണ് ഈ ഒരു മരം കായ്ച്ച് കിട്ടിയത്. ഇതിപ്പോൾ 10 വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് കായ്ക്കാനാണ്. പിന്നെ ഈ പുളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വർഷം മുഴുവൻ കായ്ക്കും. ഇതിലെപ്പോഴും പുളി ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഈ പഴുത്ത പുളി ഒക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാനും കിട്ടും. പിന്നെ നമുക്ക് ഉണക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് വേനൽക്കാലത്തും ഉണ്ടാവും ഇതുമല്ലി പുളി. പുളി ഉണ്ടാവണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്താണ് ഈ പുളി അധികവും ഉണ്ടാകണത്. മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്കിത് ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറത്തിലൊക്കെ ഇട്ടിട്ട് പുകയൊക്കെ കൊള്ളിച്ചിട്ടാണ് പണ്ട് കാലത്തൊക്കെ ഉണക്കിയിരുന്നത്. ഇപ്പം ഇത് ഡ്രയറിലിട്ട് ഉണക്കാൻ പറ്റും നമുക്ക് കൊടംപുളി ഇപ്പോൾ വർഷക്കാലത്ത്. അപ്പോൾ ഇത് ഉണക്കാനാണിത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം. എന്നാലും നമുക്ക് ഈ പുളി അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഡെയിലി ഉപയോഗിക്കുന്നതാണ് ഈ കൊടംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൊടംപുളിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇന്നിപ്പോൾ ഈ ബഡ് ചെയ്ത തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ബഡ് ചെയ്ത തൈകൾ എന്ന് വെച്ചാൽ നമുക്ക് വച്ച് പിറ്റേ വർഷം തുടങ്ങി കായ കിട്ടും. നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ്. പിന്നെ നമുക്ക് പൊട്ടിക്കാനൊന്നും പ്രയാസം. പിന്നെ കൊടംപുളി ഒരു സാധനം എന്ന് വെച്ചാൽ പൊട്ടിക്കാനൊന്നും ഒരു പ്രയാസമില്ല കേട്ടോ. പഴുത്ത കഴിഞ്ഞാൽ താഴേക്ക് ഇതേപോലെ താഴേക്ക് വീണ് കിട്ടും. അപ്പം നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാനൊന്നും പ്രയാസമില്ല. ഇതിൻ്റെ പുളി ആദ്യം ഇതിപ്പോൾ 10 വർഷം എന്ന് പറഞ്ഞില്ല കായ്ച്ചു തുടങ്ങിയിട്ട്. ആദ്യം ഉണ്ടായപ്പോൾ ഭയങ്കര വലിപ്പമുള്ള പുളികളായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഇത് വലിപ്പമുള്ളതുണ്ട്, ചെറുതുണ്ട്. പിന്നെ ഇതിന് കയ്പൊന്നുമില്ല. ഈ പുളിക്ക് നല്ല നല്ല പുളിയാണ്. നമുക്ക് പച്ചനൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലൊരു പുളിയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലത്തതൊക്കെ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പണ്ട് കാലത്തൊക്കെ ഇതെല്ലാവരും കഴിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന്. നല്ല മധുരമാണ് ഇതിൻ്റെ ഉള്ളിലത്തേനും. സാധാരണ ചില പുളിയൊക്കെ നല്ല പുളിയൊക്കെ ഉണ്ടാവും. ഇതിന് പക്ഷേ നല്ല മധുരമാണ്. നമുക്കിത് കണ്ട നമുക്ക് വെറുതെ കഴിക്കാം. ഇത് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ഈ കൊടംപുളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഒരു കൊടംപുളി മരമൊക്കെ നടണം നല്ലതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് മീൻകറിയിലൊക്കെ നമുക്ക് പച്ചയായിട്ടും ഇടാം. നമുക്ക് ഉണക്കിയെടുത്തിട്ട് ഉണക്കിയായിട്ടും ഉപയോഗിക്കാം. പിന്നെ നല്ലൊരു തണൽ വൃക്ഷമാണ്. കണ്ട നിറച്ച ഇലകളാണ്, നല്ല തണുപ്പാണ്. ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു തണൽ വൃക്ഷമൊക്കെ ഇട്ട് നട്ട് വളർത്താൻ പറ്റിയതാണ്. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ കൊടംപുളി മരം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ലൊരു തണുപ്പാണ്. പിന്നെ നിറച്ചിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കട്ടിയുള്ള ഇലകളാണ് ഈ കൊടംപുളി മരത്തിന്. ഞാൻ കൊടംപുളി മരത്തിൻ്റെ ഒരു ഈ ബഡ് ചെയ്തതായി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കുഴിച്ച് കൊടംപുളി നട്ട് കഴിഞ്ഞാൽ കുഴിച്ചിട്ടെ കൊടപ്പുളി മരം ചിലപ്പോൾ താണായി പോവും. 10 വർഷമൊക്കെ കഴിഞ്ഞാലും കായ്ക്കമിക്കാറ് പരാതി കൊടപ്പുളി മരം വെച്ചിട്ട് കായ്ക്കണില്ലെന്നാണ്. അപ്പം അത് കായ്ക്കാനൊക്കെ താമസമുണ്ട്. കൊടംപുളി പെട്ടെന്ന് കായ്ക്കൊന്നുമില്ല. ചില മണ്ണിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുള്ളൂ. വേറെ എല്ലായിടത്തും ഭയങ്കര താമസമുണ്ട്. അപ്പം നമുക്ക് വേണ്ട ഇതേപോലത്തെ ബഡ് ചെയ്ത തൈകൾ മേടിക്കാൻ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ 2 വർഷം തുടങ്ങി കായ്ച്ചു തുടങ്ങും. നമുക്ക് കുറ്റിച്ചെടിയായിട്ട് ഡ്രമ്മിലൊക്കെ വളർത്തി നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള കൊടംപുളി നമുക്ക് കിട്ടുകയും ചെയ്യും. അധികം സ്ഥലവും വേണ്ട. പിന്നെ ഇതേപോലുള്ള കൊടംപുളി മരങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. വാങ്ങിക്കുമ്പോൾ നല്ല ഇനം കൊടംപുളി തന്നെ നിങ്ങൾ മേടിച്ച് വെക്കണം. ചില കൊടംപുളി മരം വർഷം മുഴുവൻ നമുക്ക് കായ കിട്ടണ കൊടംപുളി മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളതൊക്കെ അങ്ങനത്തെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ പുളിമരമൊക്കെ മേടിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ ഒരു കൊടംപുളി മരമൊക്കെ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സയും പുളിമരമൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊടംപുളിയുടെ മരവും കൂടി വെച്ച് പിടിപ്പിക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.